How basis v1 comma etc vn of capital V and w1 comma etc wm of w. Thus for each linear map from V to W, we can talk about its matrix with respect to these bases. Of course, is the matrix of the sum of two linear maps equal to the sum of the matrices of the two maps. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് നമുക്ക് വിന്ന് ഡബ്ല്യൂയിലേക്ക് ഒരു ലീനിയർ മാപ്പും വിയുടെയും ഡബ്ല്യുയുടെയും ബേസസും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ദ ബേസസ് ഓഫ് വി ആൻഡ് ഡബ്ല്യു ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം, രണ്ട് ലീനിയർ മാപ്പിൻ്റെ മെട്രിസസിൻ്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ദി മെട്രിസസ്, അതായത് രണ്ട് ലീനിയർ മാപ്പ് എടുക്കുന്നു, ആ ലീനിയർ മാപ്പിൻ്റെ സം കാണുന്നു. ഇപ്പോൾ ടിയും എസ്സും ലീനിയർ മാപ്പാണെങ്കിൽ ടി പ്ലസ് എസ് എന്ന് പറയുന്ന ലീനിയർ മാപ്പ് കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ മെട്രിക്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതും ടീൻ്റെയും എസിൻ്റെയും പ്രത്യേകം കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യുന്നതും സെയിം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, right now this question does not make sense because though we have defined the sum of two linear maps, we have not defined the sum of two matrices. Fortunately, the obvious definition of the sum of two matrices has the right properties. Specifically, we define addition of matrices of the same size by adding corresponding entries in the matrices. അപ്പോൾ നമുക്ക് നോക്കാം, ഈ മെട്രിസസിൻ്റെ സമ്മിനെ കുറിച്ച് നമ്മൾ ഇതുവരെയും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് രണ്ട് മെട്രിസസ് എങ്ങനെയാണ് സം ചെയ്യുന്നതെന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഒരു എംബൈഎൻ മെട്രിക്സ്, അത് എ വെച്ചിട്ടുള്ള എൻട്രീസ് ആണല്ല, വേറൊരെണ്ണം ബി വെച്ചിട്ടുള്ള എൻട്രീസ്, രണ്ടും എംബൈഎൻ ആണ്. അപ്പോൾ സം ചെയ്യുന്ന എന്താ, കറസ്പോണ്ടിങ് എൻട്രീസ് ആഡ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. യു ഷുഡ് വെരിഫൈ ദാറ്റ് വിത്ത് ദിസ് ഡെഫിനിഷൻ ഓഫ് മെട്രിക്സ് അഡിഷൻ എം ഓഫ് ടി പ്ലസ് എസ് ഈക്വൽ ടു എം ഓഫ് ടി പ്ലസ് എം ഓഫ് എസ്. അപ്പോൾ നമ്മൾ എം ഓഫ് ടി പ്ലസ് എസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ എം ഓഫ് ടി പ്ലസ് എം ഓഫ് എസ് തന്നെ ആയിരിക്കും. Still, assuming that we have some basis in mind, is the matrix of a scalar times a linear map equal to the scalar times the matrix of the linear map? Again, the question does not make sense because we have not defined the scalar multiplication on matrices. Fortunately, the obvious definition again has the right properties. നോക്കിക്കേ, ഒരു മെട്രിക്സ്, അതായത് ഒരു ലീനിയർ മാപ്പിനൊരു മെട്രിക്സ് ഉണ്ട്. അങ്ങനെയാണ് ഈ ലീനിയർ മാപ്പിനെ നമ്മളൊരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സ് നേരത്തെ ഉണ്ടായിരുന്ന മെട്രിക്സിനെ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് തന്നെയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മെട്രിക്സിന് ഈ പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ക്ലിയർലി അതുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ലീനിയർ മാപ്പിനും ഇതേ പ്രോപ്പർട്ടി തന്നെ ഉണ്ടാവും. എം ഓഫ് സി ടി ഇസിക്കൽ സി ഇൻറ്റു എം ഓഫ് ടി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അഡിഷൻ ആൻഡ് സ്കെയിലാർ multiplication have now been defined for matrices, you should not be surprised that a vector space is about to appear. We need only a bit of notation so that this new vector space has a name. The set of all M n matrices with entries in F is denoted by mat MNF. Set of all M n matrices with entries in F നെ നമ്മൾ കൊടുക്കുന്നത് കണ്ടോ, മെട്രിക്സ് സെറ്റ് ഓഫ് ഓൾ എം എൻ മെട്രിസസ് വിത്ത് എൻട്രീസ് ഇൻ എം. നൊട്ടേഷൻ കണ്ടല്ലോ. യു ഷുഡ് വെരിഫൈ ദാറ്റ് വിത്ത് അഡിഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ആസ് എബോവ്. ഈ മെട്രിസസ്, ഈ മെറ്റ് എം എൻ എഫ് എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. നോട്ട് ദാറ്റ് ദി അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഇൻ മെറ്റ് എം എൻ എഫ് ഈസ് ദ എം ബൈ എൻ മെട്രിക്സ് ഓൾ ഓഫ് ഹൂസ് എൻട്രീസ് ഈക്വൽ 0. അപ്പോൾ അവിടുത്തെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി 0 ആണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എം ബൈ എൻ മെട്രിസസിൻ്റെ കളക്ഷൻ എടുക്കുന്നു, എൻട്രീസ് എഫിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ ഇത് അഡിഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും നേരത്തെ പറഞ്ഞ പോലെ എടുക്കുകയാണെങ്കിൽ അതൊരു വെക്ടർ സ്പേസ് ആയിരിക്കുമെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അത് ഈസിയാണ്, അത് ഞാൻ എഴുതി തന്നേക്കാം. Suppose v1 comma etc vn is a basis of v and w1 comma etc wm is a basis of w. Suppose also that we have another vector space u and that u1 comma etc up is a basis of u. ക്യാപിറ്റൽ വിയുടെ ഒരു ബേസിസ് എടുത്തു v1 comma etc vn, wൻ്റെ ബേസിസ് w1 comma etc wm. ഇനി വേറൊരു വെക്ടർ സ്പേസ് u, അതിൻ്റെ ബേസിസ് u1 comma etc up. അങ്ങനെയാണെങ്കിൽ കൺസിഡർ ദ ലീനിയർ മാപ്സ് എസ് ഫ്രം യു ടു വിയും ടി ഫ്രം വി ടു ഡബ്ല്യു ആണെങ്കിൽ ദ കോമ്പോസിഷൻ ടി എസ് എവിടെ നിന്ന് അങ്ങോട്ടായിരിക്കും, എസിൻ്റെ ഡൊമൈനായ യുവിൽ നിന്നും ടിയുടെ കോഡൊമൈനായ ഡബ്ല്യുയിലേക്ക്, യു എന്ന ഡബ്ല്യുയിലേക്ക്. ഹൗ ക്യാൻ എം ഓഫ് ടി എസ് ബി കമ്പ്യൂട്ടഡ് ഫ്രം എം ഓഫ് ടി ആൻഡ് എം ഓഫ് എസ്?
The nicest solution to this question would be to have the following pretty relationship. M of Ts is equal to M of T into M of S. അപ്പോൾ എം ഓഫ് ടി എസ് അതായത് രണ്ട് ലീനിയർ മാപ്പിൻ്റെ പ്രോഡക്റ്റിൻ്റെ മെട്രിസസ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ദി മെട്രിസസ് ഓഫ് ദീസ് ലീനിയർ മാപ്സ് ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റിസൾട്ടുകളാണ് ഇതിനൊന്നും പ്രൂഫ്. അതിൻ്റെ ജസ്റ്റ് ഒരു പ്രൂഫുണ്ട്. സോ എങ്ങനെയാണെന്ന് ഇവിടെ കൊടുത്തത്? എം ഓഫ് ടിയും എം ഓഫ് എസും എടുത്തിരിക്കുന്നു. വി ഹാവ് ടി എസ് ഓഫ് യു കെ. ടി എസ് ഓഫ് യു കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഓഫ് യു കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സമ്മേഷൻ ആർ ഈസ് ഈക്വൽ ടു 1 to n ബി ആർ കെ വി ആർ. ഇത് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു കെ എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻസാണ്? യുവിലെ എലമെൻസാണ് യു കെ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ടി എസ് നമ്മൾ യു കെയിലേക്ക് അപ്ലൈ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന എലമെൻറ്റ്സ് വിയിലായിരിക്കും കിടക്കുന്നത്. കാരണം എസ് യു എന്ന് വിയിലേക്കുള്ളതാണ്. അപ്പോൾ എസ് യു കെ എന്ന് പറഞ്ഞാൽ വിയിലുള്ളൊരു വെക്ടറാണ്. അപ്പോൾ അത് വിയുടെ ബേസിസുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ സമ്മേഷൻ ആർ ഈസ് ഈക്വൽ ടു 1 to n ബി ആർ കെ വി ആർ എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ടി അപ്ലൈ ചെയ്യുന്നു. സമ്മേഷൻ ആർ ഈസ് ഈക്വൽ ടു 1 to n ബി ആർ കെ ടി വി ആർ ഈക്വൽ ടു സമ്മേഷൻ ആർ ഈസ് ഈക്വൽ ടു 1 to n ബി ആർ കെ ഇൻറ്റു ഇനി ടി വി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും? ടി എന്ന് പറഞ്ഞാൽ വിന്ന് ഡബ്ല്യൂയിലേക്കാണ്. വി ആർ എന്ന് പറഞ്ഞാൽ വിയിലെ ഒരു വെക്ടറാണ്. നമുക്ക് അതിലേക്ക് ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നത് ഡബ്ല്യൂയിലായിരിക്കും കിടക്കുക. ഓക്കെ, കാരണം ടി വിന്ന് ഡബ്ല്യൂയിലേക്കുള്ളതാണ്. ഇനി ഡബ്ല്യൂയിലുള്ള എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് അപ്പോൾ ഈ ടി വി ആറിനെ എഴുതാൻ പറ്റും. ഡബ്ല്യുവിൻ്റെ ബേസിസ് ഡബ്ല്യു ജെകളാണ്. അങ്ങനെ എഴുതിയിരിക്കുന്നതാണ് സമ്മേഷൻ ജെ സിക്കൽ 1 to m എ ജെ ആർ ഡബ്ല്യു ജെ. രണ്ട് സമ്മേഷനോടെ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ സമ്മേഷൻ ജെ സിക്കൽ 1 to m സമ്മേഷൻ ആർ ഈസ് ഈക്വൽ ടു 1 to n എ ജെ ആർ ബി ആർ കെ ഡബ്ല്യു ജെ. ദസ് എം ഓഫ് ടി എസ് ഈസ് ദി എം ബൈ പി മെട്രിക്സ് ഹൂസ് എൻട്രി ഇൻ റോ ജെ കോളം കെ ഈക്വൽസ് സമ്മേഷൻ ആർ ഈസ് ഈക്വൽ ടു 1 to n എ ജെ ആർ ബി ആർ കെ. പിന്നെ ഇത് നമുക്ക് എക്സാക്ട്ലി എങ്ങനെയാണ് ഈ സം കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ മെട്രിക്സിനകത്തു നിന്നാണ്. നമുക്ക് ടി മെട്രിക്സ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ദ ബേസിസ് ഓഫ് വി ആൻഡ് ഡബ്ല്യു ആണല്ലോ. അപ്പം നമ്മൾ എസ് യു കെ മെട്രിക്സ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ മെട്രിക്സ് ഓഫ് എസ് വിത്ത് റെസ്പെക്ട് ടു ദ ബേസിസ് ഓഫ് യു ആൻഡ് വി ആണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഈ കോളം ഓരോ കോളവും എങ്ങനെയാണ് കിട്ടുന്നത്? ഓരോ കോളവും നമുക്ക് കിട്ടുന്നത് യുവിലെ ബേസിസായ യു വണ്ണിൻ്റെ നമ്മൾ എസ് യു വൺ കണ്ടുപിടിക്കുന്നു. അതിനെ വിയുടെ ബേസിസ് വെക്ടേഴ്സിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ കിട്ടുന്ന കോൺസ്റ്റൻറ്റുകളാണ് B11 മുതൽ BN1 വരെയുള്ളത്. അങ്ങനെ പോയി ഏറ്റവും അവസാനത്തെ യു പി ആണെങ്കിൽ അത് അല്ലെ യു പി വരെയുള്ളത് എൻ്റെ ഉള്ളതാണ്. ആ ഓരോന്നിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതുമ്പോൾ കിട്ടുന്ന കോൺസ്റ്റൻസ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് തിരിച്ച് നമ്മളിവിടെ എഴുതിയിരിക്കുകയാണ്. അതിൽ നിന്ന് എടുത്തിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതേപോലെ എം ഓഫ് ടിയും ഇതേപോലെ തന്നെയാണ്. ഓരോ വികളുടെ ടി വി വണ്ണിനെ ഡബ്ല്യുവിൻ്റെ ബേസിസ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുമ്പോൾ കിട്ടുന്ന കോൺസ്റ്റൻസ് നമ്മൾ കോളമായിട്ട് എഴുതി വെക്കുമ്പോൾ കിട്ടുന്നതാണ് എകളെല്ലാം. അത് നമ്മൾ തിരിച്ചിവിടെ അതുപയോഗിച്ചിട്ട് ഇവിടെ ലീനിയർ കോമ്പിനേഷൻ എഴുതിയേക്കുക. മെട്രിക്സിനകത്ത് നിന്ന് ലീനിയർ കോമ്പിനേഷൻ. സാധാരണ നമ്മളെപ്പോഴും ലീനിയർ കോമ്പിനേഷൻ എഴുതിയിട്ട് അതിനകത്തുനിന്ന് ആ കോൺസ്റ്റൻസ് എടുത്ത് കോളമായിട്ട് എഴുതി മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഇന്നലെ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന എന്താ? സമ്മേഷൻ ആർ ഈസ് ഈക്വൽ ടു 1 to n എ ജെ ആർ ബി ആർ കെ എന്ന് പറയുന്നൊരു മെട്രിക്സ് കിട്ടി. Now it's clear how to define matrix multiplication so that 3.11 holds. Namely, if A is an m by n matrix with entries a j k, അതേപോലെ ബി എന്ന് പറയുന്ന എൻ ബൈ പി മെട്രിക്സ് വിത്ത് എൻട്രീസ് ബി ജെ കെയും ആണെങ്കിൽ then AB is defined to be the m by p matrix whose entry in row j column k equals summation r is equal to 1 to n a j r b r k. In other words, the entry in row j column k of AB is computed by taking row j of A and column k of B, multiplying together corresponding entries and then summing. Note that we define the product of two matrices only when the number of columns of the first matrix equals. അപ്പോൾ നമുക്ക് രണ്ട് മെട്രിക്സ് പ്രോഡക്റ്റ് എടുക്കാൻ പറ്റുന്നത് നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സും നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് മെട്രിക്സും സെയിം ആയിരിക്കുമ്പോഴാണ്. ആസ് ആൻ എക്സാമ്പിൾ രണ്ട് മെട്രിക്സ് പ്രോഡക്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്.
ഹിയർ വി മൾട്ടിപ്ലൈ ടുഗദർ 3/2 മെട്രിക്സും 2/4 മെട്രിക്സും കൂടെ നമുക്കൊരു 3/4 മെട്രിക്സ് കിട്ടുന്നുണ്ട്. Suppose v1, etc. vn is a basis of v. If v belongs to v, then there exists unique scalars b1, etc. bn such that v is equal to b1 v1 plus etc. plus bn vn. ഓക്കെ, നമുക്ക് ക്യാപിറ്റൽ വിയുടെ ഒരു ബേസിസ് ആണ് v1 മുതൽ vn വരെയുള്ളത്. ഇഫ് സ്മോൾ വി ബിലോങ്സ് ടു ക്യാപിറ്റൽ വി ആണെങ്കിൽ നമുക്ക് കുറച്ച് സ്കെയിലാറുകൾ കിട്ടും. ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും b1 v1 പ്ലസ് എക്സെട്ര പ്ലസ് bn vn. അങ്ങനെയാണ് മെട്രിക്സ് ഓഫ് വി എം ഓഫ് വി എന്ന് എഴുതും. അതൊരു n/1 മെട്രിക്സ്. അത് എങ്ങനെ കിട്ടുന്നത്? മെട്രിക്സ് ഓഫ് വി ഈ ഒറ്റയൊരു വെക്ടറിൻ്റെ തന്നെ മെട്രിക്സ് ആയിട്ട് നമുക്കതിനെ എഴുതാം. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സ്കെയിലാറുകളിനെ എടുത്ത് നമുക്ക് കോളം വെക്ടറായിട്ട് എഴുതിയാൽ മതി. യൂഷ്വലി ദ ബേസിസ് ഈസ് obvious from the context, but when the basis needs to be displayed, the basis കാണിക്കണമെന്നുണ്ടെങ്കിൽ എം ഓഫ് വി കോമ ഇട്ടിട്ട് ബേസിസ് എഴുതുക.